വാലിട്ടെഴുതിയ നീലക്കടക്കണ്ണി മീനോ ഇളമാനോ ഓലഞ്ഞാലിക്കുരുവിയോ. നല്ല പാട്ടല്ലേ? അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമുക്കിന്നൊരു മീൻ കറി വെച്ചാലോ? മീനിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ തക്കാളിയും സവാളയും ഇഞ്ചി പച്ചമുളക് ചതച്ചത്, പച്ചമുളക്, പിന്നെ ഇച്ചിരി കുടംപുളി എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കിനി തയ്യാറാക്കാം. അപ്പം മീനും കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോഴത്തേനും നമുക്ക് കുറച്ച് കടുകിട്ട് പിന്നെ കുറച്ച് ഉലുവയും കൂടെ ഇട്ട് കൊടുക്കാം. അതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതായിട്ടോ, പേസ്റ്റല്ല, ചതച്ചത് ഇട്ട് കൊടുത്തു. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് എടുത്ത് വെച്ചേക്കുന്ന ഉള്ളി കൂടെ ഇട്ട് കൊടുക്കാം. നമുക്കതിലേക്ക് പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കാം. ഇച്ചിരി ഉപ്പൂടെ നമുക്ക് ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. മീൻകറിയൊക്കെ എല്ലാവർക്കും വെക്കാൻ അറിയാവുന്ന കാര്യമാണ്, എന്നാലും ഞാനൊന്നും ചെയ്യുന്നില്ല കേട്ടോ. നമുക്കിതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് മുളക് പൊടിയൂടെ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ആവശ്യത്തിന് മാത്രം ചേർക്കുക. ഒരു കൂടിപ്പോയാൽ അറിയാമല്ലോ, അതുകൊണ്ട് ആവശ്യത്തിന് മാത്രം ചേർത്ത് കൊടുക്കാൻ മതി കേട്ടോ. ഇത് നന്നായിട്ട് വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് പുളി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് പുളി ചേർത്ത് എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. വെള്ളം ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക. ഞാൻ ഇച്ചിരിയുടെ വെള്ളം ചേർത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ. എന്നിട്ട് നമുക്ക് മീൻ ആഡ് ചെയ്യാം. തിളച്ച് തുടങ്ങിയിട്ടുണ്ടേ. നമുക്ക് മീൻ കഷ്ണം എടുത്തിടാം കേട്ടോ. മീൻകറി തിളച്ച് വരുന്നുണ്ട്. നമുക്ക് ലാസ്റ്റ് ഒരു പ്രോഡക്റ്റ് കൂടെ ആഡ് ചെയ്യാനുണ്ട്. ഇച്ചിരി കായപ്പൊടി, ഒരു നുള്ളു കായപ്പൊടി കേട്ടോ. ഇത്രേ ഉള്ളൂ. അപ്പോൾ മീൻകറി സെറ്റ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എല്ലാം ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. ഓക്കെ, ബൈ.